ഹായ് ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് അപ്പോൾ പുതിയൊരു വിഭവമാണ് കേട്ടോ, മാമ്പഴപ്പുട്ട്. ഭയങ്കര ഹെൽത്തിയാണ്, അതുപോലെ തന്നെ സെയിം ടൈം ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ ദിലീപേട്ടൻ പറഞ്ഞ് ഫേമസ് ആക്കിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ല പഴുത്ത മാമ്പഴവും കുറച്ച് പുട്ടുപൊടി, കുറച്ച് ചെറിയ തേങ്ങായും ഉപ്പും, പിന്നെ ഈ പഴുത്ത മാങ്ങയുടെ പൾപ്പും ഉണ്ടെങ്കിൽ അത് നനച്ചെടുക്കാം. പിന്നെ ഇത്രയേ ഉള്ളൂ, അത്യാവശ്യം ഇത്രയും സാധനം മതി. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഭയങ്കര ഹെൽത്തിയാണ്. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അവർക്ക് ഇതൊക്കെ കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതെല്ലാം ഒന്ന് പൂളി ക്യൂബായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെക്കാമേ. കുറച്ച് അലങ്കാരപ്പണിയൊക്കെ അവസാനം ഉണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പുട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു 1 സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോഴല്ലേ അതൊരു മാമ്പഴപ്പുട്ട് പെർഫെക്റ്റ് ആവുന്നേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പുട്ടുപൊടി, ഏത് പുട്ടുപൊടിയാണെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ മാമ്പഴം പൾപ്പാക്കി വെച്ചിട്ടുണ്ട്, അതിൽ തന്നെ നമുക്ക് നനച്ചെടുക്കാം. അപ്പോൾ അതും ചേർക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. മെയിൻ ഐറ്റമാണല്ലോ, ഉപ്പില്ലാതെ പിന്നെ പറ്റില്ലല്ലോ. ഉപ്പിട്ടു. അതിന് ശേഷം നമുക്ക് കുറച്ച് ലേശം വെള്ളം കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് തിരുമ്മിയെടുക്കണേ. ഇതിൻ്റെ ഒരു പരുവമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുട്ടിൻ്റെ പരുവം, കുഴയ്ക്കുന്ന പരുവം കയ്യിലൊട്ടാനും പാടില്ല, എന്നാൽ തരിതരിയായിട്ട് താഴോട്ട് വീഴുകയും വേണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അതുവരെയും നമ്മളിത് നല്ലതായിട്ട് ഇളക്കണം കേട്ടോ, കുഴച്ചിളക്കുക. പിന്നെ നമുക്ക് വേണ്ട പുട്ട് പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറ്റിയിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം ഇച്ചിരി തേങ്ങ ഇടുക. തേങ്ങ ഇട്ട് സെറ്റാക്കുമ്പം ചില്ലിൻ്റെ അടിയിലേക്ക് പോകത്തില്ല. ചില്ലിടാൻ ആരും മറക്കല്ലേ. എന്നിട്ട് ഈ മിക്സ് ചെയ്ത പുട്ടുപൊടി, മാമ്പഴം പൾപ്പ് മിക്സ് ചെയ്ത പുട്ടുപൊടി ഇടുക. പിന്നെയും തേങ്ങ ഇടുക, മാമ്പഴം ഇടുക, തേങ്ങ കുറച്ചിടുക, കുറച്ച് പുട്ടുപൊടി ഇടുക. അങ്ങനെ ഓരോ 1 by 1 ലെവലാക്കി ഇങ്ങനെ എടുക്കുക. ഓരോ തട്ടായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇനി അടുത്ത് നമുക്ക് കുറച്ച് മാങ്ങയും കൂടെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ മാങ്ങ ഇടുക. പിന്നെ നമ്മൾ അടുത്തത് നെക്സ്റ്റ് കുറച്ച് തേങ്ങയോ പുട്ടുപൊടിയോ, അത് നമ്മുടെ ഇഷ്ടം പോലെ ഇങ്ങനെ ലെവലാക്കി സെറ്റ് ചെയ്യുക. അധികം മാമ്പഴം കുത്തി നിറയ്ക്കില്ല, മുകളിലേക്ക് കുഹു ആവി വരത്തില്ല കേട്ടോ. പിന്നെ പുട്ടിന് ആവി വന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആണെങ്കിൽ ഒരു തുള്ളി അതിൻ്റെ അകത്ത് സെറ്റാക്കാവുള്ളൂ, അല്ലെങ്കിൽ മുകളിലേക്ക് ആവി എത്തില്ല കേട്ടോ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. സോ നമുക്കിനി ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ചിരട്ടപ്പുട്ടോടെ ഞാൻ സെറ്റാക്കി വെച്ചായിരുന്നു, കാരണം വീഡിയോ നമ്മൾ എടുക്കുമല്ലേ, അപ്പോൾ ഒരു ഭംഗിക്ക്. പിന്നെ അത് ഞാൻ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് ആവിയൊക്കെ വന്നു. ഇനി നമുക്ക് മറിച്ചിട്ടാലോ, തള്ളിയിട്ടാലോ. തള്ളുമല്ല കേട്ടോ, തള്ളിയിടുക പുട്ട്. ഇപ്പോൾ ഏതൊക്കെ ആരുടേത് കയ്യിലൊന്നും ചൂടൊന്നും വെക്കാതെ സേഫായിട്ട് ഇടുക കേട്ടോ. നമുക്ക് രണ്ടാമത്തെ പുട്ട് സെറ്റായി. നമുക്കിപ്പോൾ അതൊക്കെ അവനെ അങ്ങോട്ട് തള്ളിയിടാം. ആഹാ, അങ്ങോട്ട് നോക്കിയേ എൻ്റെ പൊന്നെ. ഫസ്റ്റ് മാംഗോ ആണ് മേളിൽ ഞാൻ ലെയർ ചെയ്തത്. കണ്ടോ, തട്ടായിട്ട് നമ്മൾ വെച്ച പോലെ തന്നെ വരുന്നുണ്ടോ. അടിപൊളി എൻ്റെ പൊന്നെ, നല്ല ടേസ്റ്റാട്ടോ. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ എല്ലാവരും നാളെ ബ്രേക്ക്ഫാസ്റ്റിന് മാമ്പഴപ്പുട്ട് ട്രൈ ചെയ്യണേ. അടിപൊളിയാണ്. അതിൽ ഇച്ചിരി പഞ്ചസാര ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം. കുറച്ച് നെയ്യും പഞ്ചസാരയും ചേർത്ത് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഒരു കറിയും വേണ്ട. അടിപൊളിയായിട്ട് നല്ല പഴുത്ത മാങ്ങ ഇതിൻ്റെ കൂടെ ആവശ്യാനുസരണം ഇളക്കുക. അങ്ങനെ വേണം കഴിക്കാൻ കേട്ടോ. ഇവിടെ തന്നെയാണെങ്കിലും ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ഇഷ്ടമായ കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. ബൈ.